നാഷണൽ NGO ഫെഡറേഷന്റെയും SRK ഗ്രാമസേവാ സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. ഒരു വിപുലമായ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ ഭാഗമാക്കാവുന്നുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. സിസ്റ്റർ സുജാതയായിട്ട് ഇപ്പോൾ സംസാരിച്ചു, പാലിയേറ്റീവ് കെയറിൻ്റെ കാര്യങ്ങൾ നടത്തുമെന്ന് പറഞ്ഞു. അതൊക്കെ വളരെയധികം എന്താ പറയുക, സംതൃപ്തി തരുന്ന കാര്യമാണ് നിങ്ങൾ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇതിൻ്റെ ഒരു ഭാഗമാക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഈ ചടങ്ങ് ഞാനിവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ്. 2011 മുതൽ സാമൂഹ്യ സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിപ്പോരുന്ന SRK ഗ്രാമസേവാ സമിതി 2020 മുതൽ നബാർഡ്, ദേശസാൽകൃത ബാങ്കുകൾ എന്നിവയുമായി ചേർന്ന് ഗ്രാമീണ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി വിജയകരമായി നടത്തിപ്പോരുകയാണ്. ഇതിന്റെ ഭാഗമായി നാഷണൽ NGO കോൺഫെഡറേഷന്റെ സഹായത്തോടെ പാവപ്പെട്ട കുടുംബങ്ങളിലെ +1 മുതലുള്ള വിദ്യാർത്ഥികൾക്ക് 50% സബ്സിഡിയിൽ HPയുടെ ലാപ്ടോപ്പുകൾ നൽകിപ്പോരുന്നുണ്ട്. ഇതിന്റെ മൂന്നാമത് വിതരണ ഉദ്ഘാടനമാണ് നടന്നത്. ഭാരത് ഏജൻസി മാനേജിംഗ് ഡയറക്ടർ ജയരാജ് ചാരങ്കാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ഫാദർ സാംസൺ ആഞ്ഞിലിപ്പറമ്പിൽ അധ്യക്ഷനായി. NGO കോൺഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി S. ശിവജി സ്വാഗതവും ഗ്രാമസേവാ സമിതി സെക്രട്ടറി VM. ശശികുമാർ നന്ദിയും പറഞ്ഞു. SL ഗാന്ധി സ്മാരക സേവാ കേന്ദ്രം ജനറൽ സെക്രട്ടറി മനു, ഹോപ്പ് കമ്മ്യൂണിറ്റി വില്ലേജ് ഡയറക്ടർ ശാന്തിരാജ് എന്നിവർ സംസാരിച്ചു. അതിന് പകരം ഞങ്ങളെല്ലാവരും ചേർന്ന് ഒരു കോൺഫെഡറേഷൻ ഉണ്ടാക്കുകയും അതിൻ്റെ നേതൃത്വത്തിൽ ഇതുപോലുള്ള സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ നടത്തി വരികയാണ്. നേരത്തെ പറഞ്ഞു, വിവിധ കാര്യങ്ങളുണ്ട്. ഇപ്പം എല്ലാം 50% സബ്സിഡിയിൽ നമ്മൾ ലാപ്ടോപ്പ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തയ്യൽ മെഷീൻ, ഒരു ഉപാധിയായി തയ്യൽ മെഷീൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ 2 വീലർ, അത് സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ. 2 വീലർ 50% സബ്സിഡിക്ക് 2 വീലർ നൽകുന്നുണ്ട്. അതുപോലെ കോഴിക്കൂട്, ഹൈടെക് കോഴിക്കൂടും കോഴിക്കുഞ്ഞുങ്ങളും, അങ്ങനെ വിവിധ പരിപാടികൾ നമ്മൾ ഏറ്റെടുത്ത് നടത്തുകയാണ്. തുടർന്നും ഇതുപോലെയുള്ള അല്ലെങ്കിൽ സമാനമായ സേവന പ്രവർത്തനങ്ങൾ വളരെ ശക്തമായ രീതിയിൽ NGO കോൺഫറൻസിൻ്റെ ഭാഗത്തുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെല്ലാ ആശംസകളും നേരുന്നു.